நீ ஒரு மிஸ் பண்ணி சுத்துறல்ல, அவதான்டா எக்ஸ். ஆனா உன்னை பார்க்கும் போது தான்டா தெரியுது அவன் என்ன கைட்டி விட்டு போனான்னு. டேய், இந்த மாதிரி கெத்து காமிச்சிட்டு சுத்தினா பொண்ணுங்களா நம்மளை ரசிப்பாங்கடா. ஆனா வாழ்க்கையில செட்டில் ஆனாதான் நம்ம கூட சேர்ந்து വാഴணும்னு നിனைப்பாங்க. ശ്രദ്ധിച്ചോ? സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയണല്ല, നമുക്കും ഉണ്ടാവുമല്ലോ ഓരോ ക്രഷും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവൾ നമ്മുടെ മുമ്പ് അടിച്ചു പൊളിക്കും, നമ്മൾ പൈസ പൊട്ടിക്കും, അവൾ പൈസ പൊട്ടിക്കും, മനസ്സിലായി അടിച്ചു പൊളിക്കും. മുട്ടും ഡാൻസ്, അത് ഇത്, പാട്ട്, സോങ്, അടിപൊളി ഫണ്ണി എല്ലാ സാധനവും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിനോട് അടുക്കാൻ നിർത്തുക. അവൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അവളുടെ ഒരു 500 മേടിക്കാം, 1000 മേടിക്കാം, എന്തും മേടിക്കാം, തിരിച്ചും കൊടുക്കാം. നമുക്ക് ഇത്തിരി അഭിമാനമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കാം. പക്ഷെ അവൾ ചിന്തിക്കണ വേറെ ഒന്നുമല്ല, ബാങ്ക് ബാലൻസ്. മനസ്സിലായി? നമ്മൾ സെറ്റിലാണോ എന്നുള്ളതാണ്. ഒരു ആറത്തിനും ഇത് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞപ്പോഴത്തേനും ഇതിന് 1 ലക്ഷം രൂപയും. മനസ്സിലായി? എൻ്റെ കയ്യിൽ ഇൻഷുറൻസ് പോലും ഇല്ല. കാരണം എൻ്റെ അടുത്ത് എല്ലാവരും പറയാനുണ്ടാടാ നീ ഇൻഷുറൻസ് എടുത്ത് വെക്ക്, അതുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അതായത് നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും ബാങ്ക് ബാലൻസ് വേണം. അല്ലെങ്കിൽ അവൾ എന്ത് നൈസായിട്ട് അല്ലെങ്കിൽ അവൾ എന്ത് പറയുന്നറിയോ? എടാ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, എടാ വീട്ടിൽ സീനാണ്, എടാ സെറ്റിലാവണം, അല്ലെങ്കിൽ സീനാണ്, മറ്റേതാണ്. മനസ്സിലായി? കാരണം അവർ ചെയ്യുന്നത് കറക്റ്റാണ്. ബാങ്ക് ബാലൻസ് വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സിംഗിൾ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകണില്ലെങ്കിൽ കൂടെയും നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് വേണം. അക്കൗണ്ടിൽ അക്കൗണ്ടിൽ പൈസയും വേണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണം, നമ്മൾ അടിച്ചും പൊളിക്കണം, മൊത്തം അടിപൊളിയായിരിക്കണം നമ്മുടെ ലൈഫ്. അതായിരിക്കണം നമ്മുടെ എൻജോയ്. മനസ്സിലായി? വർക്കിന് വർക്ക് എടുക്കണം, പൈസക്ക് പൈസ വേണം, ബാങ്ക് ബാലൻസ് വേണം, പറ്റിയാൽ കല്യാണം കഴിച്ച് സെറ്റിലാവണം. മനസ്സിലായി? അപ്പോൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, പട്ടി അവതാരുടെ മുമ്പിൽ, ഒരാളുടെ മുമ്പിൽ നമ്മളൊരു പട്ടീനെ പോലെ ആവരുത്. മനസ്സിലായി? നമുക്ക് എന്തുണ്ടെങ്കിലും മറ്റുള്ളവരെ, ശരിയാണ്, ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയൊക്കെ വേണ്ടി ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരക്കേണ്ടി വരും. പക്ഷേ അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ഇരക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലായി? മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം, അതിനോടൊപ്പം വർക്ക് എടുക്കണം, മാക്സിമം പൈസ ഉണ്ടാക്കാൻ നോക്കണം, ബിസിനസ് ചെയ്യണം, എന്തും ചെയ്യണം. അടിപൊളിയാണ്. ശ്രമിച്ചു നോക്കുക. അല്ലാതെ വെറുതെ ഇരുന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ താടാന്ന് പറയുന്ന ഒരു അവസ്ഥ ഭയങ്കര സീനാണ്.